ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ASMൻ്റെ 40 ഡേയ്സ് സ്റ്റഡി പ്ലാൻ നമ്മൾ ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് 2 ഡേയ്സ് സ്റ്റഡി പ്ലാൻ വിധം തന്നത്. അപ്പോൾ ഒരു മുടക്കവും വരാതെ ഈ ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഈ 40 ഡേയ്സ് വരെ സ്റ്റഡി പ്ലാൻ എത്തിക്കാനായിട്ട് കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നല്ല രീതിയിൽ സ്റ്റഡി പ്ലാൻ മുന്നോട്ട് കൊണ്ടുപോവുകയും അത് നന്നായിട്ട് ഫോളോ ചെയ്തവർക്കും നല്ല യൂസ്ഫുൾ ആയി എന്നൊരു ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് വരുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഡേ 39 ആൻഡ് 40 പഠിക്കാനായിട്ടുള്ളതെന്ന്. അപ്പോൾ ഏറ്റവും ആദ്യം വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ചും അയ്യങ്കാളിയെക്കുറിച്ചും നിങ്ങൾ റിവൈസ് ചെയ്യുക. അതായത് ഡേ 39 കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ തരുമല്ലോ. അപ്പോൾ അതൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന് ഇങ്ങനെ ബോറടിച്ചിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വീഡിയോയൊക്കെ വെച്ച് പ്ലേ ചെയ്ത് കേൾക്കാവുന്ന രീതിയിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ കാര്യങ്ങളും അയ്യങ്കാളിയുടെ കാര്യങ്ങളും നിങ്ങളൊന്ന് സെറ്റാക്കി എടുക്കണം. ഇനി സുപ്രധാന നിയമങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ആണ് പഠിക്കേണ്ടത് കേട്ടോ. പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ പഠിക്കുക. കൂടാതെ തന്നെ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ വിമൻ അതും കൂടി നോക്കണം. പിന്നെ മൈനോറിറ്റി കമ്മീഷൻ, നാഷണൽ ആൻഡ് സ്റ്റേറ്റ് മൈനോറിറ്റി കമ്മീഷനും കൂടി പഠിക്കുക. അപ്പോൾ എത്രയാകുമ്പോഴേക്കും നമ്മുടെ സുപ്രധാന നിയമങ്ങളൊന്ന് ഓടിച്ചിട്ട് 2-3 ദിവസം കൊണ്ട് നമ്മൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇംഗ്ലീഷിൽ ടെൻസ് ഇൻ കണ്ടീഷണൽ ക്ലോസ് ഉണ്ടല്ലോ. അപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്ത് വെച്ചിട്ട് നിങ്ങളത് പ്രോബബിൾ, ഇംപ്രോബബിൾ, ഇമ്പോസിബിൾ കണ്ടീഷനിലേക്ക് അങ്ങ് മാറ്റി ബൈഹാർട്ട് ചെയ്തങ്ങ് പഠിച്ചേക്കാം. പിന്നെ ആ ഏരിയയിൽ ഒരു മാർക്ക് വന്നാൽ നമുക്കത് ഷുവറായിട്ടും കിട്ടും. ഓക്കെ, അപ്പോൾ അതൊന്ന് നിങ്ങൾ റിവൈസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വാതക നിയമങ്ങൾ, കെമിസ്ട്രിയിൽ വാതക നിയമങ്ങൾ നോക്കി വയ്ക്കുക. അപ്പോൾ കെമിസ്ട്രിയായി ബന്ധപ്പെട്ട് നമ്മളൊരു 3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതായത് കെമിസ്ട്രിയിൽ നിന്ന് ഏകദേശം ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരുള്ളൂ. അപ്പോൾ ആ ഒരു മേഖല എല്ലാം കൂടി ഒന്ന് ഓടിച്ചിട്ട് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3ഓളം വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങളത് നോക്കുക കേട്ടോ. അപ്പോൾ ആ വീഡിയോസ് നിങ്ങളൊന്ന് കണ്ടിട്ട് പോവുക. 3 മാർക്കല്ലേ, അപ്പോൾ ഒരുപാട് ഓടിച്ചിട്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വാതക നിയമങ്ങൾ, അതുപോലെ തന്നെ പീരിയോഡിക് ടേബിളിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുമ്പോൾ എങ്ങനെയാണ്, മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനാണ് പറയുന്നത്. അപ്പോൾ ഡേ 39 ഇത്രയൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. അതുകൂടാതെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള റിവിഷനും കൂടി കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഡേ 40 വരുമ്പോൾ PH മൂല്യം, അതൊക്കെ ഇപ്പോഴത്തെ എക്സാമിന് ചോദിച്ചു വരുന്ന കാര്യങ്ങളാണ്. PH മൂല്യം, അതുപോലെ ഫിസിക്സിലെ ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ, പിന്നീട് ജീവിതശൈലി രോഗങ്ങൾ, പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം പ്രധാനപ്പെട്ട അവാർഡുകളാണ്. പ്രധാനപ്പെട്ട അവാർഡുകളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകണം. MT വാസുദേവൻ നായരെക്കുറിച്ച് കഴിഞ്ഞ ദിവസത്തെ CPOയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ MT വാസുദേവൻ നായർ. പിന്നീട് ജോഗ്രഫി ഭാഗത്ത് ഭൂമിയുടെ ഘടനയും അതുപോലെ തീരപ്രദേശവും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഞാൻ തരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു ടോപ്പിക്കിലും സ്റ്റിക്ക് ഓൺ ചെയ്യാതെ ഓടിച്ചിട്ട് എല്ലാ ഭാഗങ്ങളും റിവൈസ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. ഒരു കാര്യങ്ങളും ഇനി പുതിയതായിട്ട് പഠിക്കരുത്. പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടെന്ന് തോന്നുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഒന്നും കൂടി നോക്കണമെന്ന് തോന്നുന്ന കാര്യങ്ങളോ റിവിഷൻ ചെയ്യാനുള്ള സമയം കൂടുതൽ കണ്ടെത്തുക. പിന്നെ ഒരു ടോപ്പിക്കിലും ഈ പറയുന്ന പോലെ സ്റ്റിക്ക് ഓൺ ചെയ്താൽ നമുക്ക് ഒന്നിനുള്ള സമയം തികയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കാത്ത ആ ഒരു ഭാഗം പഠിച്ചില്ലെങ്കിൽ വേണ്ട, സ്കിപ്പ് ചെയ്തേക്കുക. പഠിച്ച കാര്യങ്ങൾ ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഡേ 40 കൂടിയിട്ട് നമ്മുടെ സ്റ്റഡി പ്ലാൻ കഴിഞ്ഞു. ഇനി നമ്മളുടെ എക്സാമിന് 1-2 ദിവസം കൂടി നമ്മുടെ മുന്നിലുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടേതായ രീതിയിൽ സമയം കണ്ടെത്തി അത് റിവിഷൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്നും കൂടി നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുക. ആരൊക്കെ നമ്മളെ എത്രയൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലേ നമുക്ക് നമ്മുടേതായ രീതിയിലൊന്ന് റിവിഷൻ ചെയ്യണ്ടേ ചില കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എൻ്റെ ബുദ്ധിമുട്ടുള്ള ഏരിയ ഏതാണെന്ന് എനിക്കേ അറിയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ആ ബുദ്ധിമുട്ടുള്ള ഏരിയാസിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ റിവിഷൻ ചെയ്യുക. ഒന്നും ഇനി പുതിയതായിട്ട് പഠിക്കാനായിട്ട് നിൽക്കണ്ട. പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ട് റിവിഷൻ ചെയ്യുക. പിന്നെ അതുപോലെ സീരീസൊക്കെ സമയത്തിനനുസരിച്ച് ബോറടിക്കുമ്പോഴൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ നല്ലതാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ASMൻ്റെ സ്റ്റഡി പ്ലാൻ നമ്മുടെ ഇവിടെ അവസാനിക്കുകയാണ് അല്ലേ, ഇന്നത്തെ വീഡിയോയോട് കൂടി അവസാനിക്കുകയാണ്. ഇനി നിങ്ങൾ ASMൻ്റെ എക്സാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ SCERT സീരീസ് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. SCERT സീരീസ് ഫോളോ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫിസിക്സ് ആണ് നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഫിസിക്സിൻ്റെ കുറച്ചധികം ടോപ്പിക്സും കൂടി പഠിച്ചു കഴിയുമ്പോൾ ASMൻ്റെ എക്സാമിന് ശേഷമേ നമ്മൾ റിവിഷൻ ആരംഭിക്കുകയുള്ളൂ. അപ്പോൾ റിവിഷൻ നമ്മൾ കൊണ്ടുപോകുന്നത് ടെലഗ്രാം ചാനലിലാണ്. നമ്മൾ റീസെൻ്റായിട്ടൊരു ടെലഗ്രാം ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. റിവിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പം ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള PYQസും പോൾസും അല്ലെങ്കിൽ എക്സാംസും ഒക്കെ നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് കണ്ടക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഓൾ. ഇത്രയും ദിവസം സഹകരിച്ചതിന് എല്ലാവർക്കും നന്ദി. നല്ല രീതിയിൽ എല്ലാവർക്കും എക്സാം എഴുതാനായിട്ട് സാധിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു. താങ്ക്